എല്ലാ വർഷവും അന്നത്തെ മുഖ്യമന്ത്രിമാർ അതത് കാലത്തെ മുഖ്യമന്ത്രിമാർ ശിവഗിരി കുന്നുകളിൽ എത്താറുണ്ട്, പ്രഭാഷണം നടത്താറുണ്ട്. കഴിഞ്ഞ ദിവസം വന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. അദ്ദേഹം എല്ലാ വർഷവും പ്രഭാഷണം നടത്തുന്നത് പോലെ ഹിന്ദു വിരുദ്ധമായിട്ടുള്ള ഒരു പ്രഭാഷണം അദ്ദേഹം നടത്തി. വാക്കുകളുടെ വിന്യാസത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ, ആശയത്തിന് യാതൊരു വിധമായ വ്യത്യാസമില്ല. അദ്ദേഹം പറയുന്നത് ഹിന്ദുക്കൾ അത്ര അങ്ങ് അഹങ്കരിക്കേണ്ട, ശ്രീനാരായണ ഗുരു നിങ്ങളുടെ മതത്തിൽ അല്ലെങ്കിൽ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് പിറന്നു എന്നതിൽ അദ്ദേഹത്തിനെ ഒരു വിഭാഗം ആൾക്കാർ ഒരു മതത്തിൻ്റെ ആളായിട്ടും മറ്റൊരു വിഭാഗം ആൾക്കാർ ഒരു ജാതിയുടെ ആളായിട്ടും ഹൈജാക്ക് ചെയ്യുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എല്ലാ വർഷവും അദ്ദേഹം അത് തന്നെയാണ് ആവർത്തിക്കുന്നത്. ഇവിടെ ഒരു കാര്യം ഓർക്കേണ്ടത്, ഈ പറയുന്ന കാര്യങ്ങൾ ഗുരുദേവനെ ശരിക്കും പഠിക്കാതെ പറയുന്നതാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൃതികൾ വായിക്കാതെ പറയുകയാണ്. അദ്ദേഹം എഴുതിയ എല്ലാ കൃതികളിലും ദൈവദശകമെന്ന് പറയുന്ന അതിപ്രധാനമായ കൃതിയിലും ഉദ്ഘോഷിക്കുന്നത് സനാതനധർമ്മം തന്നെയാണ്. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് അദ്ദേഹം ചൊല്ലാൻ ആവശ്യപ്പെട്ടത് ദൈവദശകത്തിൽ നിന്നുള്ള ഏതാനും വരികളാണ്. അദ്ദേഹം തന്നെ എഴുതിയ ദൈവദശകത്തിൽ നിന്നുള്ളത്. ആ ദൈവദശകത്തിൽ പറയുന്നത് മുതൽ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ വേദാന്തത്തിൻ്റെ ഭാഗമായിട്ടുള്ള സനാതന ദർശനം തന്നെയാണ്. ആ സനാതന ദർശനം ഉൾക്കൊണ്ടതുകൊണ്ടാണ് അദ്ദേഹം ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെ എന്ന് പറഞ്ഞത്. അത് തന്നെയാണ് സനാതനധർമ്മത്തിൻ്റെ പൊരുൾ. ഈ പൊരുളെന്ന് അദ്ദേഹം പറയുന്നത് ബ്രഹ്മമാണ്, എല്ലാം നിറഞ്ഞിരിക്കുന്ന ബ്രഹ്മം. നമ്മിലും ചരാചരങ്ങളിലെല്ലാം, ജീവനുള്ളവയിലും ഇല്ലാത്തതിലും എല്ലാം നിറഞ്ഞിരിക്കുന്ന ബ്രഹ്മത്തെക്കുറിച്ച് തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാം. ഇതല്ലെങ്കിൽ അദ്ദേഹത്തിനെ നന്നായിട്ട് വ്യാഖ്യാനം ചെയ്തിട്ടുള്ള നടരാജഗുരുവിൻ്റെയോ അല്ലെങ്കിൽ നിത്യ ചൈതന്യയതിയുടെയോ കൃതികൾ വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ് സനാതനധർമ്മം എന്ന് പറയുന്നത്. ഒരു മതമല്ല, എല്ലാ മതങ്ങളും ഒന്നാണെന്ന് വിശ്വസിക്കുന്ന, അതിനപ്പുറം എല്ലാ ജാതികളും ഒന്നാണെന്ന് വിശ്വസിക്കുന്ന, അതിനുമപ്പുറം ഈ ലോകമെല്ലാം തന്നെ ഒന്നാണെന്ന് വിശ്വസിക്കുന്ന, ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് നാം, വ്യതിരിക്തമല്ല എന്ന് ഉദ്ഘോഷിക്കുന്ന മഹത്തായ, മറ്റെങ്ങുമില്ലാത്ത യുണീക്കായിട്ടുള്ള ഒരു ദർശനത്തിൻ്റെ ഭാഗം, ആ ഭാഗം തന്നെയായിരുന്നു ശ്രീനാരായണ ദർശനം. ആ ദർശനത്തിൽ നിന്ന് ഉൾക്കൊണ്ട, ഉരുവപ്പെട്ട അദ്ദേഹത്തിൻ്റെ സകലമാന കൃതികളും, ആ കൃതികളുടെ ഒരു സാഹിത്യം അല്ലെങ്കിൽ ദർശനത്തെക്കുറിച്ചുള്ളൊരു പഠനമല്ലിത്. അതുകൊണ്ടത് പറയുന്നില്ല. പക്ഷേ ഒന്നും മാത്രം മതിയല്ലോ, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്. ആ മഹാനായ മനുഷ്യനെ അനുസ്മരിച്ചുകൊണ്ടാണ് ഇവിടെ ഒരു മുഖ്യമന്ത്രി എന്നിട്ട് പറയുന്നത് ഒരു മതത്തിൻ്റെ മാത്രം ആളായിരുന്നില്ലെന്ന്. എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? ശ്രീനാരായണ ഗുരുവിനെ ഒരു ഹിന്ദു വിരുദ്ധനായിട്ട് കാണുക, തൻ്റെ ആ ഹിന്ദു വിരുദ്ധതയ്ക്ക് ഒരു ന്യായീകരണം കണ്ടെത്തുക, പാഴായി പോകുന്ന ഒരു വേലയാണത്. വാസ്തവത്തിൽ അവിടെ ചെയ്യുന്നത് ഈ രാഷ്ട്രീയക്കാരെല്ലാം വന്നിട്ട്, ഏത് രാഷ്ട്രീയക്കാരനായാലും അവിടെ നടത്തുന്നത് ഗുരുദേവൻ്റെ രാഷ്ട്രീയ ദർശനം നടത്തുക, രാഷ്ട്രീയം വൽക്കരിക്കുകയാണ്. അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ ദർശനമേ ഉണ്ടായിരുന്നുള്ളൂ, അത് സനാതന ദർശനമാണ്. തത്വമസി എന്ന് പറയുന്നതിലൂടെ, അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നതിലൂടെ ഉള്ള ആ ദർശനം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കൃതികളിലെല്ലാം അടിസ്ഥാനധാരയായിട്ട്, വിചാരധാരയായിട്ട് നിലനിൽക്കുന്നത്. സംശയമൊന്നുമില്ല. അപ്പോൾ ചോദിക്കും, ഒരു മതത്തിൽ മാത്രം ഒതുങ്ങുന്നതാണോ? അല്ല, ഒരു സംസ്കാരത്തിൽ ഒതുങ്ങുന്നതാണ്. ആ സംസ്കാരമാണ് സനാതന സംസ്കാരം. സനാതന സംസ്കാരം എന്ന് പറഞ്ഞ ഒരു രാജ്യത്തിൻ്റെ, ഒരു പ്രദേശത്തിൻ്റെ ഉൾക്കാഴ്ച, ആ ദർശനം, അതാണ് വേദാന്ത ദർശനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ്, ഇത് തന്നെയാണ് മോഹൻ ഭാഗവതം പറഞ്ഞത്. ഹിന്ദു മതമെന്ന് പറഞ്ഞ് പലപ്പോഴായി അദ്ദേഹം പറയുന്നു. അങ്ങനൊരു മതമില്ല, അതൊരു സംസ്കാരമാണ്, ഒരു പ്രദേശത്തിൻ്റെ സംസ്കാരമാണ്. ആ പ്രദേശത്തോടുള്ള, അവിടെ ജീവിക്കുന്ന ആൾക്കാരുടെ
സ്നേഹമാണ്, ആ ദേശസ്നേഹമാണ്. അതാണ് ആ സംസ്കാരം. ഇത് തന്നെയാണ് കാൾ മാർക്സും പറഞ്ഞിട്ടുണ്ട്. പിണറായി വിജയൻ്റെ ഗുരുവായ കാൾ മാർക്സും പറഞ്ഞിട്ടുള്ളത് ഇത് തന്നെയാണ്. ഇന്ത്യയിലേക്ക് പിൻകാലത്ത് കടന്നു വന്ന അധിനിവേശ സംസ്കാരങ്ങൾ അല്ലെങ്കിൽ അധിനിവേശ ഭരണകൂടങ്ങൾ, ആക്രമണകാരികൾ എല്ലാം തന്നെ ഇവിടെ വന്ന് ജീവിച്ചപ്പോൾ ഹിന്ദു സംസ്കാരത്തിൻ്റെ ദർശനം ഉൾക്കൊണ്ടിട്ട് കൂടുതൽ ഉന്നതമായ ഒരു സംസ്കാരത്തെ സ്വീകരിച്ചു. ഉന്നതമായ ഒരു സംസ്കാരത്തെ, മതത്തെ അല്ല. ഈ മതം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ശ്രമവും നടന്നില്ല. ശ്രീരാമകൃഷ്ണ പരമഹംസൻ അതിനുവേണ്ടി ഒരു ശ്രമം നടത്തി എപ്പോഴാണെന്ന് വെച്ചാൽ ഇംഗ്ലീഷുകാർ ഇന്ത്യയിലേക്ക് വന്നിട്ട് വൻതോതിൽ മതപരിവർത്തനം നടത്തി ഇതിൻ്റെ അവസാനത്തെ ബീജവും ഇല്ലാതാകും എന്നുള്ളൊരു സ്ഥിതി വന്നപ്പോഴാണ്. മിഷണറി ആയിട്ടാണ്, അതെ, മതം മിഷണറി ആയിട്ട് തന്നെയാണ് സ്വാമി വിവേകാനന്ദൻ വിദേശ രാജ്യങ്ങളിൽ പര്യടനം നടത്തിയത്. അത് ഷിക്കാഗോയിൽ മാത്രമല്ല, ഷിക്കാഗോയിൽ മത പാർലമെൻറ്റിലാണ് അദ്ദേഹവും പ്രചരിപ്പിച്ചത് ഈ മഹത്തായ സനാതന ധർമ്മത്തെക്കുറിച്ചാണ്. സനാതനധർമ്മം അല്ല ഒരു ഹിന്ദു എന്ന് പറയുന്ന ഒരൊറ്റ മതത്തിൻ്റെ പേരിലല്ല, അല്ല ആളെ കൂട്ടാൻ വേണ്ടിയിട്ടല്ല, എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ടല്ല, അതിൻ്റെ ദർശനങ്ങൾ ലോകത്തെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അത് ശരിയായിട്ട് നമ്മളത് ഉൾക്കൊള്ളണം, നമ്മൾ ഭാരതീയരെങ്കിലും. അത് അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചരിത്രമാണ്. മഹത്തായ കരഘോഷം അവിടെ ഉയർന്ന് അദ്ദേഹം എന്ത് പറഞ്ഞപ്പോഴാണ്? ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓഫ് അമേരിക്ക. അന്ന് വരെ അവരങ്ങനെ കേട്ടിട്ടില്ല. ഡിയർ ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെൻ എന്നുള്ള ആ പാശ്ചാത്യ ശൈലി മാത്രമേ കേട്ടിട്ടുള്ളൂ. ബ്രദേഴ്സായിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ടതായാലും ശരി, നിങ്ങളെ എനിക്ക് സഹോദരനായിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നത് നമ്മളെല്ലാം ഒരു മതത്തിൽപ്പെട്ടവരാണ്, ഒരു ജാതിയിൽപ്പെട്ടവരാണെന്നുള്ള ദർശനം കൊണ്ടാണ്. നമ്മൾ ഈ പ്രപഞ്ച മാതാവിൻ്റെ മക്കളാണെന്നുള്ള മഹത്തായ ദർശനം കൊണ്ട് മാത്രമാണ്. ഇതൊന്നും മനസ്സിലാക്കാതെ വന്നിരുന്ന ഒരു മതത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു മതത്തിൻ്റെ ഭാഗമായി അദ്ദേഹം പിറന്നതിലുള്ള അസൂയ കൊണ്ട് പറയുന്നതാണ്. അസൂയയാണത്. അങ്ങനെ ആയിപ്പോയല്ലോ, അപ്പോൾ ഇതിന് തകർക്കാൻ, ആ മതത്തെ തകർക്കാൻ ഇത്തിരി പ്രയാസമായിരിക്കുമല്ലോ, സനാതനധർമ്മത്തെ എങ്ങനെ തകർക്കും എന്നുള്ള ഒരു ആശയക്കുഴപ്പം കൊണ്ടുവരുന്ന. അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നു. നിങ്ങളെ രാഷ്ട്രീയക്കാരെയും ഈ പ്രപഞ്ചമാതാവിൻ്റെ മക്കളായിട്ട് ഉൾക്കൊള്ളുന്നുണ്ട്. എല്ലാവരെയും, പാപികളെയും പുണ്യവാളന്മാരെയും എല്ലാം. ആരും ശത്രുക്കളല്ല, എല്ലാം ഒന്നിൻ്റെ ഭാഗങ്ങൾ തന്നെയാണ്. ഇതിന് സമാനമായിട്ടുള്ള ലാവോട്സെ പറഞ്ഞിരിക്കുന്നത് പോലെ രണ്ട് ഫോഴ്സുകളുണ്ട്, യിൻ യാങ്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആയിട്ടുള്ള ശക്തികളുണ്ട്. ദുഷ്ടന്മാരുണ്ട്, അതുപോലെ തന്നെ നല്ലവരായിട്ടുള്ള ശുദ്ധന്മാരുണ്ട്. ഇങ്ങനെ രണ്ട് കൂട്ടർ ലോകത്ത് എപ്പോഴും ഉണ്ടായിരിക്കും. അവർ തമ്മിലുള്ള ഫൈറ്റ് എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇപ്പോഴും അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ദുഷ്ടന്മാരുടെ എണ്ണം കൂടുമ്പോൾ ഭൂമിയുടെ ഭാരം കൂടും. അപ്പോൾ അതിന് ഒരു അവതാരം ഉണ്ടാകുന്നു എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ അതിൻ്റെ ആ കാര്യം ദർശനങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഇതിലെല്ലാം വിശ്വസിച്ചിരുന്ന ആളാണ് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിനോട് മതം, ഞങ്ങൾ ഹിന്ദു മതത്തിൽ ഞങ്ങൾ ചവിട്ടി താഴ്ത്തപ്പെടുന്നു, അതുകൊണ്ട് ഞങ്ങൾ മതം മാറാൻ പോവുകയാണെന്ന് പറഞ്ഞൊരു കൂട്ടം ആളുകൾ വന്നു. ശരി, നിങ്ങൾ മാറിക്കോളൂ. അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ പെറ്റമ്മയെ കൂടി അങ്ങ് മാറ്റിക്കോളൂ. ഇതാണ് പറഞ്ഞത് അദ്ദേഹം. മതം മാറ്റത്തിന് പൂർണ്ണമായിട്ടും എതിരായിരുന്നു അദ്ദേഹം. സ്വാമി വിവേകാനന്ദനും എതിരായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഭാരതത്തിൽ കോൺഗ്രസ്സുകാരുടെ കാലത്ത് മതപരിവർത്തന വിരുദ്ധ നിയമങ്ങളുണ്ടായത് BJP കൊണ്ടുവന്നതല്ല. അത് ചില സ്റ്റേറ്റുകളിൽ ഇപ്പോഴും നിയമമുണ്ട്, ചില സ്റ്റേറ്റുകൾ നടപ്പാക്കുന്നു, ചില സ്റ്റേറ്റുകൾ കണ്ണടയ്ക്കുന്നു. അതൊക്കെ നിയമവിരുദ്ധ മനപരിവർത്തനം ഉണ്ടാവാം. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മതഗ്രന്ഥം വായിച്ചിട്ട് ആ മതത്തിലേക്ക് പോകാം. ഇവിടുന്ന് ഏത് മതത്തിലേക്ക് പോയാലും ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. കാശ്മീരിൽ മുഴുവൻ ഹിന്ദുക്കളായിരുന്നു, അവർ മുഴുവൻ മുസ്ലിങ്ങളിലേക്ക് പോയിട്ട് അവിടെ ഒരു കലാപവും ഉണ്ടായിട്ടില്ല. പൊയ്ക്കോട്ടെ, അവരുടെ വിശ്വാസം അനുസരിച്ച്. എങ്കിലും ഇവിടെ ജനിച്ചതാണെങ്കിൽ നിങ്ങൾ ഹിന്ദു സംസ്കാരം ഉൾക്കൊള്ളുന്നവരാണ് ആയിരിക്കണം. പക്ഷെ സംഭവിച്ചതെന്താ? അവിടെ മതം മാറി ഭൂരിപക്ഷമായി കഴിഞ്ഞപ്പോൾ അവിടുത്തെ ന്യൂനപക്ഷ മതങ്ങളെ, അതായത് ഹിന്ദുക്കളെയൊക്കെ കൊന്നു കുഴിച്ചു കിണറുകളിലിടാൻ തുടങ്ങി. അതായിരിക്കും ഒരു പക്ഷേ അസമിലും ഇങ്ങനെ ഭൂരിപക്ഷം കൂടി, ഡെമോഗ്രാഫി കൂടി വന്നാൽ, പ്രത്യേകിച്ചും അവർ ഇന്ത്യയിൽ ജനിക്കാത്ത, പുറത്ത് ജനിച്ച് ഇന്ത്യയിലേക്ക് വരുന്നവരായതുകൊണ്ട്, കുടിയേറി വരുന്ന ബംഗ്ലാദേശ് ദേശികളായതുകൊണ്ട് അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഒരു പേടിയുണ്ട്. അതുകൊണ്ടാണ് ഹിന്ദുക്കൾ 4 കുട്ടികൾ വീതം ഉണ്ടാവണം എന്ന് അവിടുത്തെ മുഖ്യമന്ത്രി ഹേമന്ത് ബിശ്വ ശർമ്മ പറഞ്ഞു. ഇതൊക്കെയാണ് കാര്യങ്ങൾ, യാഥാർത്ഥ്യങ്ങൾ. ഈ സത്യങ്ങളെ നേർക്കുനേർ നമ്മൾ കാണണം. അപ്പോൾ ഇതിനെതിരായിട്ടുള്ള കാഴ്ചപ്പാട് ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്നും ഉണ്ടാവണം, എല്ലാ മതത്തിൽപ്പെട്ട ജനങ്ങളിൽ നിന്നും ഉണ്ടാകണം. തർക്കിക്കുകയല്ല വേണ്ട. സത്യമായിട്ട് കണ്ടിട്ട്
അത് ഗുരുതരമായിട്ടുള്ള ഒരു മതവെറിയായിട്ട് മാറുന്നതിന് മുമ്പ് അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുകയാണ്. അല്ല എൻ്റെ മതത്തിൻ്റെ എണ്ണ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് കൈയടിച്ച് സന്തോഷിക്കുകയല്ല. അത് നാളെ വലിയൊരു പ്രശ്നമായിട്ട് തീരും. ഇത് ശ്രീനാരായണ ഗുരു മുമ്പേ കണ്ടതുകൊണ്ടാണ്. അതുപോലെ തന്നെ CPM ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത മിറാക്കിൾസ്, നമ്മുടെ അൽഫോൻസാമയൊക്കെ മിറാക്കിൾസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് വാഴ്ത്തപ്പെട്ടവളായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്. അതുപോലെ മിറാക്കിൾസ് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഒരൊറ്റ ഉദാഹരണം ഞാനല്ല പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള ശശി തരൂർ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നതാണ്. ഒരു പാവപ്പെട്ടവൻ്റെ വീട്ടിൽ പോയി വിശ്രമം കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു 3 മാമ്പഴം വേണം. പാവപ്പെട്ടവന് വളരെ വിഷമമായി, കാരണം മാങ്ങയുടെ സീസണല്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പേടിച്ച് ഇങ്ങനെ നിന്നു. പേടിച്ച് നിന്നപ്പോൾ ഗുരു പറഞ്ഞു, അപ്പുറത്തൊരു മാവുണ്ട്, ആ മാവിൻ്റെ കൊമ്പൊന്ന് ചായ്ക്കൂ. അദ്ദേഹം ചെന്ന് അപ്പുറത്ത് ചെന്ന് ചായച്ചു നോക്കിയപ്പോൾ അതുവരെ മാവും കണ്ടിട്ടില്ല, കമ്പും കണ്ടിട്ടില്ല ഗുരു. അവിടെ ചെന്നപ്പോൾ 3 മാമ്പഴം ഇങ്ങനെ നിൽക്കുന്നു. ഈ 3 മാമ്പഴങ്ങളും പറിച്ച് ഗുരുവിന് കൊടുത്തു, കാഴ്ചവെച്ചു. ഇതുപോലെ ഒരുപാട് അത്ഭുതങ്ങൾ, നിങ്ങളുടെ ഈ ഭൗതികവാദമുണ്ടല്ലോ അതിന് നിരക്കാത്ത അത്ഭുതങ്ങൾ അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. അതുപോലെ നിങ്ങളുടെ ഭൗതികവാദത്തിന് നിരക്കുന്നതല്ല ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് നൊബേൽ സമ്മാനം കിട്ടിയ ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ് തിയറി. അത് ഭാരതീയ തത്വസംഹിതയെ അത് മിഥ്യാധാരണയൊന്നുമല്ല, ശരിയായിട്ട് ഉൾക്കൊള്ളുന്ന ഒന്നാണ്. ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശരിയാണ് എന്നുള്ളതാണ് പറയുന്നത്. ശ്രീനാരായണ ഗുരുവിന് അവസാനം വന്ന അസുഖം എന്താണെന്ന് അറിയാം? പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിനുള്ള ക്യാൻസറാണ്. അദ്ദേഹം ഒരുപാട് വേദന അനുഭവിച്ചു. അതിൻ്റെ ഒരു ന്യായീകരണം ഈ ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ് തിയറി പ്രകാരം ശശിധരൻ എന്ന ശാസ്ത്രജ്ഞൻ നടത്തിയിട്ടുണ്ട്. സാധാരണ ഡോക്ടർമാർക്ക് നടത്താൻ ഒരു അവലോകനം. അതായത് ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന് ക്യാൻസർ ഉണ്ടാവുന്നത്, സാധാരണ ഇത് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ പുരുഷ ഗ്രന്ഥി എന്നാണ് അർത്ഥം. അതായത് നമ്മുടെ ബീജങ്ങളെ വഹിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ദ്രാവകമായിട്ട് പ്രവഹിക്കുന്ന ഒന്നാണത്. ഒരു സ്നേഹമാണ്, ഒരു എണ്ണയുടെ രൂപത്തിലുള്ള ഒന്നാണ്. അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് പ്രവർത്തിക്കാതിരുന്നാൽ ഏത് ശരീരത്തിലെ ഏത് അവയവവും പ്രവർത്തിക്കാതിരുന്നാൽ അതിന് കുഴപ്പം സംഭവിക്കും. അങ്ങനെ പ്രവർത്തിക്കാതിരുന്നാൽ അതിന് വീക്കം വരും, ക്യാൻസർ വരും. അങ്ങനെ ഒരു അസുഖമാണ്. കാരണം അദ്ദേഹം ഒരു ബ്രഹ്മചാരിയായിരുന്നല്ലോ. അല്ലാതുള്ള ബന്ധങ്ങളിൽ അധികം ഉണ്ടായിട്ട് അദ്ദേഹം തീർച്ചയായിട്ടും ഒരു ഗൃഹസ്ഥാശ്രമി എന്ന് പറയത്തക്ക ഒരു വിവാഹം കഴിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ആചരിച്ചു പോകുന്നത് ഒരു തരം ബ്രഹ്മചാരിയുടെ ജീവിതമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അതിനുള്ള കുഴപ്പം വന്നു എന്ന് ഡോക്ടർമാർക്ക് പറയാം. പക്ഷേ ഈ ശാസ്ത്രജ്ഞൻ ശശിധരൻ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. ക്വാണ്ടം എൻറ്റാങ്കിൾ തിയറി പ്രകാരം ഈ ഗുരു ഒരുപാട് പേരെ അത്ഭുത ശുശ്രൂഷ നടത്തിയിട്ടുണ്ട്, അവരുടെ രോഗങ്ങൾ പരിഹരിച്ചിട്ടുണ്ട്. അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ രോഗങ്ങൾ ഗുരുവിലേക്ക്, അതിൻ്റെ നെഗറ്റീവ് ഫോഴ്സസ്, അതായത് അണുക്കൾ ഗുരുവിലേക്ക് വരികയാണ്. നമുക്കൊക്കെ അറിയാൻ വയ്യാത്ത ഒരു തരം ശാസ്ത്രം കൊണ്ട്, അതാണ് ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ് തിയറി എന്ന് പറയുന്നത്. ദുരൂഹമായിട്ടുള്ള ഒന്നാണ്, എപ്പോഴും ശരിക്കും മനസ്സിലാക്കിയിട്ടില്ലാത്ത ഒന്നാണ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ നെഗറ്റീവായിട്ടുള്ള കണങ്ങളെല്ലാം കൂടെ, കണങ്ങളാണ്, ആ കണങ്ങളെല്ലാം കൂടെ ചേർന്നിട്ട് അവിടെ രോഗമുണ്ടാക്കിയേ പറ്റൂ. രോഗമുണ്ടാക്കിയില്ലെങ്കിൽ എന്തു പറ്റും? രോഗമുണ്ടാകാതിരിക്കാം, മനുഷ്യജന്മമായിട്ട് വീണ്ടും വരാം എന്നാണ് പറയുന്നത്. ഈ രോഗാണുക്കളെല്ലാം കൂടി വന്നു കഴിഞ്ഞാൽ, അസുഖം അതിൻ്റെ വേദന ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്നത് മനുഷ്യജന്മമേ ഇല്ലാതിരിക്കുക എന്നുള്ള ബ്രഹ്മത്തിലേക്ക് അങ്ങ് ലയിക്കുക എന്നുള്ള സംഭവമാണ് അവിടെ നടക്കുന്നതെന്നുമാണ് ഞാൻ പറയുന്നത്. അല്ല ശശിധരൻ, എനിക്ക് ശരിക്കും അത് മനസ്സിലായിട്ടില്ല, എങ്കിലും അതൊന്ന് ഞാൻ പറയുകയാണ്. അപ്പോൾ ശാസ്ത്രദൃഷ്ടിയാ ഇതിന് ന്യായീകരണം കിട്ടിയിട്ടുണ്ട്. ഒരു അന്ധവിശ്വാസിയൊന്നുമല്ല, അന്ധവിശ്വാസം പരത്തുകയല്ല. ശശി തരൂർ അന്ധവിശ്വാസം പരത്തുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഈ ശശി തരൂറിൻ്റെ ലേഖനം ദൂരെ എങ്ങും പോകണ്ട, ഇന്നലത്തെ മാതൃഭൂമി ദിനപത്രം എടുത്തു വായിച്ചാൽ നമുക്ക് കിട്ടുന്നതാണ്. അതുകൊണ്ട് ഭൗതികവാദം നമ്മൾ കാണുന്നത് മാത്രമേ വിശ്വസിക്കൂ എന്ന് പറയുന്ന ആ ശാസ്ത്രത്തിനും അപ്പുറമുള്ള ചില സത്യങ്ങൾ ഉണ്ടെന്ന് മാത്രം പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത്. അതുകൊണ്ട് ഗുരുദേവനെ ഹൈജാക്ക് ചെയ്യാമെന്നുള്ള വിചാരം വേണ്ട. അദ്ദേഹത്തിൻ്റെ കൃതികൾ സമർത്ഥമായിട്ട് അതിനെ പ്രതിരോധിക്കുക തന്നെ ചെയ്യും. ABC ന്യൂസിന് മലയാളത്തിൽ മാത്രമല്ല സംസാരിക്കാൻ അറിയാവുന്നത്, പറയാൻ അറിയാവുന്നതും. അതിന് ഹിന്ദിയും കൂടി ഉണ്ട്. ഒരു ABC ഹിന്ദി ന്യൂസ് ചാനലുണ്ട്, ABC ഹിന്ദി ന്യൂസ്. അത് കാണുക. ദേശീയമായിട്ടുള്ള കാര്യങ്ങൾ അതിലൂടെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ABC ഹിന്ദി ന്യൂസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.